ആശാൻ മൂവി കണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ അതുപോലെ തന്നെ ജോമോൻ അവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ വന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ റൈറ്റർ ആൻഡ് ഡയറക്ടർ നമ്മുടെ ജോപോൾ ജോർജ് ആണ്. പുള്ളിയുടെ പടമാണ് ഗപ്പി, അമ്പിളി. ഇതൊക്കെ ഒരു നല്ല ഫീൽ ഗുഡ് സിനിമയാണ്. ഒരു ലൈഫുള്ള ഒരു പടമാണ്. അതുകൊണ്ട് തന്നെ ഈ പടത്തിലും എനിക്ക്, ഈ ആശാൻ എന്ന പടത്തിലും എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു ഉറക്കഗുളിക കഴിച്ചിട്ട് കിടക്കണ ഒരു ഫീലായിരുന്നു തിയേറ്ററിൽ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ്. അതിൽ നല്ല ഫൺ ആൻഡ് കോമഡി ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയേക്കണേ. ഫസ്റ്റ് ഹാഫ് ഞാൻ റിയലി തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. അത്രയും നല്ല രീതിയിൽ ഇവരുടെ ഹ്യൂമർ സെൻസ് കാര്യങ്ങളും എല്ലാം ഇതിൽ വർക്കായിട്ടുണ്ട്. നല്ല ടൈമിങ്, കോമഡിയും കാര്യങ്ങളെല്ലാം ആയിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് ആ ഒരു വൈബിൽ തന്നെ സെക്കൻഡ് ഹാഫും സെറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടതിനാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഫീൽ ഗുഡ് ആക്കാൻ നോക്കി പടം. പക്ഷേ തീരെ ഏറ്റില്ല. കാരണം ഇതിന്റെ മെയിൻ ഒരു കാര്യം ഇതിന്റെ ഡ്യൂറേഷനാണ്. 2.25 മണിക്കൂറുള്ള ഒരു പടമാണ് ഈ പടം. അതിൽ 1.5 മണിക്കൂർ ആകുമ്പോൾ ഇന്റർവെൽ ആയി. ബാക്കി 1.25 മണിക്കൂർ ഏതാണ്ട് ഒച്ച എഴണയിലും പയ്യാണ് വരുന്നത്. ഒന്നാമത് ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സിനിമ ലാഗിങ് ആയി. നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് തീർന്നാൽ മതി എന്നായിരുന്നു സംഭവം. അപ്പൊ ഈ സിനിമ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഉള്ളിലൊരു സിനിമ, അതിന്റെ ഉള്ളിൽ വേറൊരു സിനിമ, അങ്ങനത്തെ ഒരു വൈബാണ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആക്കിയത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കുള്ളിലെ വേറൊരു സിനിമയില്ലേ, ആ സിനിമ ഇവര് ലാസ്റ്റ് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 16 മിനിറ്റ് അങ്ങോട്ട് പ്ലേ ചെയ്തു. അതിന്റെ ഒരാവശ്യവും ഈ സിനിമയിൽ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം അതും കൂടി ആ ഒരു 15-16 മിനിറ്റ് ഭയങ്കര ഇഴഞ്ഞു നീങ്ങിയാണ് പോയത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് എങ്ങനെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നാണ്. ഈ ചത്തവനെ പിന്നെയും കൊല്ലുകയെന്ന് കേട്ടിട്ടില്ല, അതായിരുന്നു ആ 15-16 മിനിറ്റ് ഇവരിട്ട് കാണിച്ചുകൊണ്ടിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ ആസ് യൂഷ്വൽ അങ്ങനെ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ചെയ്തു. പിന്നെ ജോമോന്റെ കേസ് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് പുള്ളിക്ക് ആകെ ഒരു സംഭവം ഉള്ളൂ, എപ്പോഴും ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കണം. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഈ പടം എനിക്ക് തോന്നിയത്. ഈ പടം ഞാൻ വളരെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോൾ വെറുത്തു പോയ ഒരു പടമായി പോയി. അപ്പം നിങ്ങളും ഈ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാട്ടോ.